സിംഗിൾ വീഡിയോയിൽ 3 ചാപ്റ്റേഴ്സ് പഠിച്ചു തീർക്കണം. അങ്ങനെയാണെങ്കിൽ മക്കളെ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. സോ വെൽക്കം ബാക്ക് ടു കാറ്റലിസ്റ്റ് എഡ്യൂക്കേഷൻ. ഐ ആം കൃഷ്ണ, യുവർ ഇംഗ്ലീഷ് ഫാക്കൽറ്റി. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ യൂണിറ്റ് 3 അഥവാ ബിയോണ്ട് ദ ഹൊറൈസണിലെ 3 ചാപ്റ്റേഴ്സ് ആണ് എന്നുള്ളത് അല്ലെ. ഏതൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്? ഇതിൽ സൺറൈസ് ഓൺ ദ ഹിൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോം നമുക്ക് പഠിക്കാനുണ്ട്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ദ ട്രിപ്പ് ഓഫ് ലേഹോള എന്ന് പറയുന്ന ഒരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു സ്റ്റോറി. ആൻഡ് അത് മാത്രമല്ല തേർഡ് ചാപ്റ്റർ ഏതാണ്? ദ സാക്രഡ് ടേർട്ടിൽസ് ഓഫ് കണ്ടാവു എന്ന് പറയുന്ന ഒരു ഫിജിയൻ ലെജൻഡ് നമുക്ക് പഠിക്കാനുണ്ട് അല്ലേ. സോ അങ്ങനെയാണെങ്കിൽ മക്കളെ ഇനി ആ 3 ചാപ്റ്റേഴ്സും നമ്മൾ ഡീൽ ചെയ്യാൻ വേണ്ടി പോവാണ്. എന്തൊക്കെയാണ് ഇതിലെ മേജർ ആയിട്ടുള്ള പോയിന്റ്സ് അല്ലേ? എക്സാമിന് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ നമ്മൾ നിർബന്ധമായും അറിഞ്ഞിരിക്കണം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇനി പറയാൻ വേണ്ടി പോകുന്നത്. സോ ഈ യൂണിറ്റിൽ പറയുന്നത് എന്തിനെ പറ്റിയിട്ടാണ്? അബൌട്ട് ട്രാവൽ അല്ലെ. ഡിഫറെന്റ് ആയിട്ടുള്ള ഡൈവേഴ്സ് എക്സ്പീരിയൻസ് ആണ് ഇതിൽ ഷെയർ ചെയ്യുന്നത്. ഇതിൽ നമ്മൾക്ക് മുന്നിൽ ഈ ചാപ്റ്റർ മുന്നോട്ട് വെക്കുന്നത് എന്നുള്ള അല്ലെ. സോ ഇതിൽ പറയുന്നുണ്ട് ട്രാവലിന്റെ മെറിറ്റുകളെ പറ്റി പറയുന്നുണ്ട്. അഥവാ ട്രാവൽ എന്ന് പറയുമ്പോൾ ശരിക്കും യാത്ര ചെയ്യുന്നതിലൂടെ നമ്മുടെ പേഴ്സ്പെക്റ്റീവ്, നമ്മുടെ ഫിലോസഫി ഓഫ് ലൈഫ് തന്നെ ചേഞ്ച് ചെയ്യാനുള്ള ആ ഒരു കാരണമാവും എന്ന് പറയുന്നുണ്ട് അല്ലേ. കാരണം അതുവരെ നമ്മൾ കാണുന്നത് നമ്മുടെ ചുറ്റുള്ള ജീവിതം, നമ്മുടെ ചുറ്റുള്ള മനുഷ്യന്മാർ മാത്രമാണ്. ബട്ട് ട്രാവൽ എന്ന് പറയുമ്പോൾ യാത്ര നിങ്ങളുടെ ആ ഒരു ഫിലോസഫി ഓഫ് ലൈഫ് തന്നെ ചേഞ്ച് ചെയ്യാൻ ഒരു കാരണമാവും എന്ന് പറയാൻ കാരണം എന്താ? നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള കൾച്ചർ കാണാൻ വേണ്ടി പറ്റും, ഡിഫറെൻറ്റ് ലൈഫ് നമുക്ക് വിറ്റ്നസ് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അല്ലേ. റിലീജിയൻ ആയിക്കോട്ടെ, കസ്റ്റംസ് ആയിക്കോട്ടെ, ട്രഡീഷൻ ആയിക്കോട്ടെ, ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. ഓക്കെ, യെസ്. അപ്പോൾ ആ ഒരു വ്യത്യസ്തമായിട്ടുള്ള 3 യാത്രകളെ പറ്റിയിട്ടാണ് ഇവിടെ ശരിക്കും ഈ ചാപ്റ്റേഴ്സ് മുന്നോട്ട് വെക്കുന്നത് എന്നുള്ള ഡൈവേഴ്സ് എക്സ്പീരിയൻസ് ആണ്. ഒന്ന് ഏതാണ്? ഫസ്റ്റ് ചാപ്റ്റർ പറയുന്നത് അബൌട്ട് നാച്ചർ ആണ്. ഓക്കെ, നാച്ചുറൽ ബ്യൂട്ടിനെ പറ്റിയിട്ടാണ് ആദ്യത്തെ ചാപ്റ്ററിൽ പറയുന്നത് പോയത്തിൽ. എന്നാൽ രണ്ടാമത്തേതിൽ പറയുന്നത് ഒരു സാഹസികപരമായിട്ടുള്ള അല്ലെ, അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു ജേണിയെ പറ്റിയിട്ടാണ്. എന്നാൽ തേർഡിൽ പറയുന്നത് എന്താണ്? ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് അവരുടെ ആ ഒരു ബിലീഫ്, ആ ഒരു കൾച്ചറും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് എന്നുള്ള. ഓക്കെ, യെസ്. അപ്പം അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് എന്നുള്ളത് എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കണം. ആൻഡ് ട്രാവൽ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? ആൻ ഐ ഓപ്പണർ എന്നാണ്. ശരിക്കും നമ്മളെ കണ്ണ് തുറപ്പിക്കുന്ന ഒരു സംഭവം തന്നെയാണ് യാത്ര എന്ന് പറഞ്ഞാൽ അല്ലേ. യെസ്. അപ്പം അതൊക്കെ എന്ത് ചെയ്യാം? നമ്മുടെ മൈൻഡിൽ ഒന്ന് സെറ്റ് ആക്കണം കേട്ടോ, ഈ ഒരു യൂണിറ്റ് നമ്മൾ ഡീൽ ചെയ്യുന്ന സമയത്തൊക്കെ. യെസ്. സോ ആദ്യത്തെ ചാപ്റ്ററിലേക്ക് പോവാണ്. സൺറൈസ് ഓൺ ദ ഹിൽസ് എന്ന് പറയുന്ന പോമാണ് അല്ലെ. ആരാണ് എഴുതിയിട്ടുള്ളത്? യെസ്, HW ലോങ്ഫെല്ലോ എഴുതിയിട്ടുള്ള പോമാണ്. സോ ഇതിൽ എന്തിനെ പറ്റിയിട്ടാണ് പറഞ്ഞതെന്ന് വെച്ചാൽ പോയിട്ടിന്റെ എക്സ്പീരിയൻസ് ആണ്. എവിടെ പോയിട്ടുള്ള, അതായത് കുന്നിൻ മുകളിൽ പോയിട്ട് അദ്ദേഹം എന്ത് വിറ്റ്നസ് ചെയ്യാണ്, എന്ത് വാച്ച് ചെയ്യാണ്? സൺറൈസ്. ഓക്കെ, സൺറൈസ് കാണാൻ പോകുന്ന സമയത്ത് ആ ഒരു കുന്നിൻ മുകളിൽ നിന്ന് അദ്ദേഹം കുറേ കാഴ്ചകൾ കണ്ടിട്ടുണ്ടായിരുന്ന ആ ഒരു സമയത്ത് സൺറൈസിന്റെ ഒപ്പം തന്നെ അദ്ദേഹം എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരുപാട് ചേഞ്ച്, നാച്ചുറൽ വന്നിട്ടുള്ള ഒരുപാട് ചേഞ്ചസ്. ഇതൊക്കെയാണ്. എന്തൊക്കെ ചേഞ്ചസാണ്, എന്തൊക്കെ സീനറീസ് ആണ് അദ്ദേഹം ആ സമയത്ത് കണ്ടത്, എന്തൊക്കെ ഓഡിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം എന്ത് ചെയ്തു, അവിടുന്ന് കേട്ടു. ഈ കാര്യങ്ങളൊക്കെയാണ് അവിടെ പോയിട്ട് പറയുന്നത് എന്നുള്ള. ഓക്കെ, സോ അദ്ദേഹം എന്താണ്, എന്ത് തീമാണ് ഇതിൽ മുന്നോട്ട് വെക്കുന്നത് വെച്ചാൽ എന്താണ് പറയുന്നത്? നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, നിങ്ങൾക്ക് എന്തെങ്കിലും ഭയങ്കരമായിട്ടുള്ള അല്ലെ മാനസികമായിട്ടുള്ള എന്തെങ്കിലും സമ്മർദ്ദങ്ങളോ സ്ട്രഗിൾസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു പീസ് കണ്ടെത്താൻ, ആ ഒരു സോലേസ്, ആശ്വാസം കണ്ടെത്താൻ നിങ്ങൾക്ക് എവിടുന്ന് പറ്റും? നാച്ചുറൽ ബ്യൂട്ടി എക്സ്പീരിയൻസ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്കത് പറ്റും. സോ നിങ്ങൾ എന്ത് ചെയ്യുക? പ്രകൃതി ഭംഗി ഒന്ന് ആസ്വദിക്കൂ, പ്രകൃതിയിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഹി അഡ്വൈസസ് അസ് ടു ഫൈൻഡ് സോലേസ് ഇൻ നാച്ചർ ടു എന്നുള്ള കേട്ടോ. അപ്പം ആ ഒരു ബ്യൂട്ടി ഓഫ് നാച്ചറിന്റെ പവറാണ് ശരിക്കും ഇവിടെ പോയിട്ട് നമ്മളോട് പറയുന്നത്. ഓക്കെ, യെസ്. അപ്പോൾ ആ വാലിയിൽ അദ്ദേഹം കണ്ടിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരുപാട് സീനറീസ് കാര്യങ്ങളൊക്കെ, ആ ഒരു സീൻസ് ഓഫ് നാച്ചർ ഒക്കെയാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, സോ ഇനി നേരെ നമ്മൾ പറയാണ്. ഇത് നിങ്ങൾക്ക് 3 സ്റ്റാൻസ് ആയിട്ട് കാണാം അല്ലേ. ഈ ഒരു ചാപ്റ്റർ 3 സ്റ്റാൻസ് ആയിട്ടാണ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. സോ അതിൽ ഫസ്റ്റ് സ്റ്റാൻസ ഐ സ്റ്റൂഡ് അപ്പോൺ ദ ഹിൽസ് മുതലാണ് അല്ലേ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ഇവിടെ ഇതിന് എക്സ്പ്ലനേഷൻ ആണ് നമ്മൾ പറയുന്നത് കേട്ടോ. ഞാനിങ്ങനെ ലൈൻ ബൈ ലൈൻ വായിച്ചിട്ട് എന്ത് ചെയ്യുന്നില്ല, നമ്മുടെ വീഡിയോയുടെ ലെങ്ത് നമ്മൾ കൂട്ടണ്ട. നിങ്ങൾക്ക് ഓൾറെഡി ഇത് കാണാം, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഈ ലൈൻസ് കാണാൻ വേണ്ടി പറ്റുന്നത് അല്ലേ. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. സോ ഐ സ്റ്റൂഡ് അപ്പോൺ ദ ഹിൽസ് വെൻ ഹെവൻസ് വൈഡ് ആർച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ തുടങ്ങുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ ഈ ഐ സ്റ്റൂഡ് അപ്പോൺ ദ ഹിൽസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പോയിട്ട് ശരിക്കും എവിടെയാണ് പോയി നിൽക്കുന്നത്? കുന്നിൻ മുകളിൽ പോയിട്ട് ആ ഒരു സൺറൈസ് കാണാനാണല്ലോ അദ്ദേഹം പോയത് അല്ലേ. യെസ്. അപ്പോൾ അദ്ദേഹം കണ്ടിട്ടുള്ള കാര്യം ഇവിടെ പറയുന്നുണ്ട്. ഹെവൻസ് വൈഡ് ആർച്ച് എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും അല്ലേ. ഇവിടെ ഹെവൻസ് വൈഡ് ആർച്ച് എന്ന് പറഞ്ഞാൽ എന്താ? സ്കൈ ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. സ്കൈ ആണ്.
പറയുന്നത് സ്കൈനെ പറ്റിയിട്ടാ. സോ സ്കൈ എന്തായിട്ടുണ്ട് എന്നുള്ളതാണ്, ഗ്ലോറിയസ് ആണ്, ഭയങ്കര ഒരു സംഭവബഹുലമായിട്ട് നിൽക്കുന്നുണ്ട്, ഭയങ്കര ഗ്ലോറിയസ് ആയിട്ട് നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. എന്തുകൊണ്ട്? വിത്ത് സൺസ് റിട്ടേണിംഗ് മാച്ച് എന്ന് പറയുന്നുണ്ട് അല്ലേ. അതായത് അതിനോട് ഉദ്ദേശിക്കുന്നത് എന്താ? സൺറൈസ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്നുള്ള അല്ലേ. അതൊക്കെ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, സൺസ് റിട്ടേണിംഗ് മാച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? സൺറൈസ് ആണ് അവിടെ കാണിക്കുന്നത്, സൺ റിട്ടേണിംഗ് മാച്ച് എന്ന് പറയുമ്പോൾ. സോ സണ്ണിന്റെ റിട്ടേണിംഗ് മാച്ച് എന്ന് പറയുമ്പോൾ ഈ മാച്ച് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും ഹ്യൂമന്റെ ക്വാളിറ്റി ആണ് അല്ലേ. അപ്പൊ അത് ഇവിടെ സണ്ണിനെ ഇവിടെ ആട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സോ അത് എന്തിനുള്ള എക്സാമ്പിൾ ആണ്? പേഴ്സോണിഫിക്കേഷൻ എക്സാമ്പിൾ ആണ്. ഓക്കെ, യെസ്. അതേപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് ഇതൊക്കെ കാണാം, വൂഡ്സ് ഒക്കെ വളരെ ബ്രൈറ്റൻഡ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അഥവാ സൺറൈസ് ആകുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? നല്ല വെളിച്ചം വരും. ഓക്കെ, സോ ആൻഡ് സോഫ്റ്റ് ഗെയിൽസ് എന്ന് കാണാം. സോഫ്റ്റ് എന്ന് പറയാൻ മൃദുലമാണ്, എന്നാൽ ഗെയിൽസ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള വിൻഡിനാണ് നമ്മൾ പറയാം അല്ലേ. അപ്പൊ രണ്ട് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ ഒരുമിച്ച് വന്നിട്ടുണ്ട്. സോ അത് എന്തിനുള്ള എക്സാമ്പിൾ ആണ്? ഓക്സിമറോണിന്റെ എക്സാമ്പിൾ ആണ് കേട്ടോ. ഓക്കെ, യെസ്. അപ്പൊ ആ ഓരോ സീനറികൾ ഇങ്ങനെ ഇവിടെ പോയിട്ട് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം അല്ലേ. അപ്പോൾ നോക്കാം, ബാക്കിയുള്ള സെന്റൻസുകൾ ഇവിടെ കാണാം. സോ ഇവിടെയും എന്തുണ്ട്? ഒരു ഫിഗർ ഓഫ് സ്പീച്ച് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ലൈക്ക് ഹോസ്റ്റ് ഇൻ ബാറ്റിൽ ഓവർത്രോൺ എന്ന് കണ്ടോ. അതായത് എന്താണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്? അതായത് സൺറൈസ് വരുന്ന സമയത്ത് ഈ മേഘങ്ങൾ എന്ത് ചെയ്യും? ശരിക്കും മേഘം പിന്നെ അവിടെ കാണോ, ഫസ്റ്റ് നമുക്ക് ഏർലി മോർണിംഗിൽ ഇങ്ങനെ മേഘമൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് കാണാം നമ്മൾ പോയി നോക്കുന്ന സമയത്ത്. പക്ഷേ സണ്ണിന്റെ വെളിച്ചം ഇങ്ങനെ കൂടി വരുന്ന സമയത്ത് മേഘം എന്ത് ചെയ്യും? ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും, അതിന്റെ ഗ്ലോറി ഫെയ്ഡ് ആവും എന്നാ പറഞ്ഞത്. അതായത് പിന്നെ അത് വിസിബിൾ ആവില്ല അല്ലെ, അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പം അത് എന്തിനെ പോലെ പോകുന്നു എന്നാണ് പറഞ്ഞത്? ലൈക്ക് ഹോസ്റ്റ് ഇൻ ബാറ്റിൽ ഓവർത്രോൺ. അതായത് യുദ്ധത്തിലൊക്കെ പരാജയപ്പെട്ടിട്ടുള്ള സൈന്യം പോകുന്ന പോലെ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഓക്കെ, യെസ്. അപ്പോൾ ഇവിടെ ഞാൻ ബാക്കിയും കൂടി എന്ത് ചെയ്യാം, ജസ്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് ഓടിച്ചിട്ട് പോവാം. അതായത് ഈ സോഫ്റ്റ് ഗെയിൽസ് അഥവാ സ്ട്രോങ് വിൻഡ് എന്ത് ചെയ്യുന്നുണ്ട്? താഴ്വാരൊക്കെ അതിനിങ്ങനെ കിസ് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. അഥവാ അതിങ്ങനെ താഴ്വാരിലൂടെ ഇങ്ങനെ അടിച്ചു പോയില്ലേ, അതിനാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഓക്കെ, സൺക്ലൈഡ് വെയിൽസ് എന്ന് പറഞ്ഞാൽ ആ സൺറൈസിന്റെ ആ ഒരു വെളിച്ചത്തിൽ എന്താണ് കുളിച്ചിട്ടുള്ള ആ ഒരു താഴ്വാരേനെ ഇങ്ങനെ കിസ് ചെയ്യാൻ ആര് പോവാണ്? സോഫ്റ്റ് ഗെയിൽസ് പോകുന്നുണ്ട്. അഥവാ സ്ട്രോങ് ആയിട്ടുള്ള ആ വിൻഡ്, കാറ്റ് പോകുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം എൻ്റെ താഴെ ഉള്ള ആ ക്ലൗഡ്സ് ഒക്കെ, അഥവാ ഇവിടെ നോക്കുക, ദ ക്ലൗഡ്സ് വർ ഫാർ ബെനീത്ത് മീ എന്ന് പറഞ്ഞാൽ, അഥവാ അയാളെ എവിടെയുള്ള ഹിൽസിൽ പോയിട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഭയങ്കര കുന്നത്തായതുകൊണ്ട് തന്നെ അയാൾക്ക് ഇങ്ങനെ അയാളെ താഴെയായിട്ടാണ് എന്ത് തോന്നുന്നത്? നമ്മുടെ പോയിന്റിന് ക്ലൗഡ്സിനെ ഫീൽ ചെയ്യുന്നത്. ഓക്കെ, യെസ്. അപ്പോൾ അതൊക്കെ എന്താണ്? വെളിച്ചത്തിൽ കുളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അഥവാ നമ്മുടെ സണ്ണ് ഇവിടെയാണ്. ഓക്കെ, സൺറൈസ് ഇങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ ലൈറ്റ് ഇവിടെ കടിക്കും. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. സോ അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്? അതെല്ലാം ഇങ്ങനെ സെൻട്രൽ ആയിട്ടല്ലേ ഇങ്ങനെ കൂടിയിട്ടുണ്ട്. എന്നിട്ട് ആ കൂടി കഴിഞ്ഞിട്ട് അത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നാ പറഞ്ഞത്. വൂഡഡ് ഹൈറ്റ് എന്ന് പറയുമ്പം അഥവാ ഇവിടെ താഴെ എന്തുണ്ടാവും? മരങ്ങൾ ഉണ്ടാവും അല്ലേ, മരങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം മരത്തിന്റെ മുകളിലായിട്ടാണല്ലോ സ്വാഭാവികമായിട്ടും ഈ ക്ലൗഡൊക്കെ ഉണ്ടാവുക അല്ലേ. യെസ്, ആ ക്ലൗഡ് ഉണ്ടാവുക. പക്ഷെ ആ ക്ലൗഡൊക്കെ എന്ത് ചെയ്യാണ്? ഈ സൂര്യൻ വന്നതോട് കൂടിയിട്ട് ഇങ്ങനെ മാറി പോകണം. ആ പോകുന്ന പോക്കിനെയാണ് എന്തിന്റെ പോലെ ഉണ്ട് എന്ന് പറഞ്ഞാൽ യുദ്ധത്തിലൊക്കെ പരാജയപ്പെട്ടിട്ടുള്ള സൈന്യം പോകുന്ന പോലെ ഉണ്ട് എന്നുള്ള അല്ലെ. ഹാസ് മെനി എ പിനാക്കിൾ വിത്ത് ഷിഫ്റ്റിംഗ് ഗ്ലാൻസ്. അപ്പൊ അതിങ്ങോട്ട് പോകുമ്പോൾ എന്ത് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്? പിന്നാക്കിളായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അഥവാ മേഘം അങ്ങോട്ട് പോകുമ്പോൾ താഴെയുള്ള മരങ്ങൾ അതിൻ്റെ ആ ഒരു പിന്നാക്കിളായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് വിസിബിൾ ആവും. അതുവരെ നമ്മൾ കുന്നുമേ പോയി നോക്കുന്ന സമയത്ത് താഴെയുള്ള മേഘം മാത്രമേ കാണുള്ളൂ, താഴെ എന്തൊക്കെ ഉണ്ടെന്ന് കാണില്ല. പക്ഷെ മേഘം ഇങ്ങോട്ട് മാറുമ്പോൾ നമുക്കത് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, യെസ്, അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ത്രൂ ദ ഗ്രേ മിസ്റ്റ് ത്രസ്റ്റ് അപ്പോൺ യെസ് ഇറ്റ് ഷാറ്റേർഡ് ലാൻഡ്സ് എന്നൊക്കെ പറഞ്ഞു. സോ ഇവിടെ നോക്കുക, ഞാൻ ആ ഒരു പിക്ചർ ആഡ് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് നിങ്ങൾക്ക് ഒന്നും കൂടി ഒരു ക്ലാരിറ്റി കിട്ടാൻ. ഇവിടെ ഇപ്പോൾ ഒരാൾ പോയി നോക്കുന്ന സമയത്തല്ലേ, ഇവിടെ ഇപ്പോൾ ഒരാൾ പോയി ഇങ്ങനെ നിൽക്കുക, എന്നിട്ട് സൺറൈസ് കാണാനാണ് ആൾ നിൽക്കുന്നത്. അപ്പോൾ എന്ത് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് ആൾക്ക്? ഇവിടെ സണ്ണുണ്ട് അല്ലേ, സൺറൈസ് കാണുന്നുണ്ട്. ഇവിടെ മൊത്തം എന്താടാ? ക്ലൗഡ് അല്ലേ, ഇത് മൊത്തം ക്ലൗഡാ. അപ്പോൾ ഈ ക്ലൗഡൊക്കെ ഇങ്ങോട്ട് പോകുന്ന സമയത്ത്, ഇത് നന്ദി ഹിൽസിൻ്റെ ഒരു ഇമേജാണ് കേട്ടോ. ഓക്കെ, അതിങ്ങനെ പോകുന്ന സമയത്ത് താഴെയുള്ള മരങ്ങൾ, പാടങ്ങൾ ഒക്കെ വിസിബിൾ ആവും അല്ലേ. യെസ്, അപ്പോൾ ഇതന്നെയാണ് ഇവിടെ പോയിട്ട് നമ്മളോട് പറയുന്നത്. ഓക്കെ, യെസ്, അതാണ് ഇവിടെ എക്സ്പ്ലനേഷനിൽ പറയുന്നത്. പോയിട്ട് എവിടെ പോയി നിന്നിട്ടാണ് സൺറൈസ് കാണുന്നത്? ഹിൽസിൽ പോയി നിന്നിട്ടാണ്. എന്നിട്ട് അതേ സ്കൈനെ എന്തായിട്ടാണ് പറയുന്നത്? ഹെവൻസ് വൈഡ് ആർക്ക് എന്നുള്ള രീതിയിൽ ഇവിടെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഭയങ്കര ഗ്ലോറിയസ് ആയിട്ട് നിൽക്കുന്നുണ്ട് സ്കൈ. എന്തുകൊണ്ട്? സൺറൈസ് കാരണം എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, യെസ്. അപ്പോൾ വൂഡ്സ് ഒക്കെ വളരെ ബ്രൈറ്റൻഡ് ആണ്, കാരണം സണ്ണിൻ്റെ ആ ഒരു സൺറൈസിൻ്റെ വെളിച്ചവും കാര്യങ്ങളൊക്കെ. അതേപോലെ തന്നെ വിൻഡിനെ ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, വിൻഡ് വാലീനെ അല്ലേ കിസ് ചെയ്യാൻ വേണ്ടി പോകുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, യെസ്. അപ്പോൾ ക്ലൗഡ്സ് താഴെയായിട്ടാണ് ആൾക്ക് ഫീൽ ചെയ്യുന്നത്. ആ ക്ലൗഡ്സ് പോകുന്ന കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. എന്തിനെ പോലെയാണ്? ദേ ലുക്ക് ലൈക്ക് ഡിഫീറ്റഡ് സോൾജേഴ്സ് ഇൻ എ ബാറ്റിൽ. ഓക്കെ, യെസ്. ഇനി അടുത്ത് നോക്കാം. ആൻഡ് റോക്കിംഗ് ഓൺ ദ ക്ലിഫ് വാസ് ലെഫ്റ്റ്. The dark
പൈൻ ബ്ലാസ്റ്റഡ് ബെയർ ആൻഡ് ക്ലെഫ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട് അല്ലേ. യെസ്, അതായത് ആ മേഘം പോയി കഴിഞ്ഞിട്ടുള്ള താഴെയുള്ള ആ ബാക്കിയുള്ള സീനറികളെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത് കേട്ടോ. പിന്നെ കാണുന്നത് എന്താണ്, മരങ്ങൾ കാണുന്നുണ്ട്, അതിന്റെ പിന്നാക്കിളായിട്ടുള്ള ആ ഒരു ഷേപ്പ് കാണുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. സോ ഇവിടെ പൈൻ മരങ്ങളെ പറയുന്നുണ്ട്, അത് ബ്ലാസ്റ്റഡ് ആണ്, ബെയർ ആണ് എന്നൊക്കെ പറയുന്നുണ്ട് അല്ലേ. യെസ്, ഈ ബ്ലാസ്റ്റഡ് എന്നുള്ളതിനോടൊക്കെ ഉദ്ദേശം എന്താ, ഡിഫീറ്റഡ് ആയിട്ടുള്ള, വളരെ എന്താണ് പ്രായം ചെന്നിട്ടുള്ള രീതിയിലാണ് അതിനെ തോന്നുന്നത്. ഭയങ്കര ഇങ്ങനെ ഫ്രഷ് ആയിട്ട് നിൽക്കില്ല, അതിന്റെ മൊത്തം അതിന്റെ ഒരു തൊലിയും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഡിഫീറ്റഡ് ആയിട്ടുള്ള ഒരു രീതിയിലാണ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അപ്പൊ ആ ക്ലൗഡിന്റെ മറ ഇങ്ങോട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ലിഫ്റ്റ് ആകുന്നുണ്ട്, അതിങ്ങോട്ട് പോകുന്നുണ്ട്. ഓക്കെ, ആ ക്ലൗഡ് അതുവരെ ഉണ്ടാകുന്ന സമയത്ത് ഇതൊന്നും കാണില്ലല്ലോ, അപ്പൊ അതങ്ങോട്ട് പോകുന്ന സമയത്ത് ഇതൊക്കെ കാണുന്നുണ്ട് എന്നുള്ള. ദ റിച്ച് വാലി കാണുന്നുണ്ട്, റിവറിന്റെ ഫ്ലോ കാണുന്നുണ്ട്. എന്നിട്ട് ആ റിവറിന്റെ ഫ്ലോ എങ്ങനെയാണുള്ളത്, അതൊക്കെ ഡാർക്കൻ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അതിന്റെ ചുറ്റും, അതായത് റിവർ ഇങ്ങനെ പോകുന്നുണ്ടെങ്കിൽ റിവറിന്റെ രണ്ട് സൈഡിലും എന്ത് കാണാം, ഫോറസ്റ്റ് അഥവാ ഒരുപാട് ട്രീസ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ അതിന്റെ നിഴലടിച്ചിട്ട് ഈ റിവർ എന്താണ് ഭയങ്കര ഡാർക്ക് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ഓർ ഗ്ലിസ്റ്റൺ ഇൻ ദ വൈറ്റ് കാസ്കേഡ്, അഥവാ വൈറ്റ് കാസ്കേഡ് എന്നുള്ളതിനോട് ഉദ്ദേശം എന്താ, വെള്ളച്ചാട്ടം ഇങ്ങനെ ഒഴുകി പോലെ, അപ്പൊ ഇങ്ങനെ പത ഉള്ള രീതിയിൽ ഭയങ്കര വൈറ്റ് കളറിലാണ് ഫീൽ ചെയ്യുക അല്ലെ, വെള്ളം ഇങ്ങനെ ചാടി ചാടി പോകുന്ന സമയത്ത്. അതിനാണ് ഇവിടെ വൈറ്റ് കാസ്കേഡ് എന്നുള്ളതിനൊക്കെ ഉദ്ദേശം കേട്ടോ. വാട്ടറിന്റെ ആ ഫ്ലോ ആണ് ഇവിടെ പറയുന്നത്. ഓക്കെ, യെസ്, സ്മോൾ സ്ട്രീംസ് ആണ് കേട്ടോ. ഓക്കെ, സോ അത് അപ്പോർഡ് ഇൻ ദ മെലോ ബ്ലഷ് ഓഫ് ടീ ദ നോയ്സി ബിറ്റേൺ വീൽഡ് ഈ സ്പൈറൽ വേ. അപ്പം ഹിൽസിൽ പോയി നിന്നിട്ടാണല്ലോ നമ്മുടെ ആള് എന്ത് കാണുന്നത്, ഈ സൺറൈസ് ഒക്കെ കാണുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ആ ഹിൽസിലേക്കൊക്കെ എന്ത് കേൾക്കാൻ പറ്റുന്നുണ്ട്, താഴെയുള്ള ഒരു ബിറ്റേൺ എന്ന് പറയുമ്പോൾ എന്താ, ഒരു ബേർഡാണ്. ഓക്കെ, അപ്പൊ അതിന്റെ ആ ഒരു നോയ്സ് എന്ത് ചെയ്യുന്നുണ്ട്, കേൾക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, അദ്ദേഹത്തിന് ആ ഹിൽസിലേക്ക് അതിന്റെ ആ ഒരു കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാണ്, കേൾക്കുകയാണ് എന്നുള്ള. സോ ഇവിടെ നിങ്ങൾക്ക് എന്ത് കാണാടാ, ശ്രദ്ധിച്ചോ, ബ്ലാസ്റ്റഡ് ബെയർ എന്ന് കണ്ടിട്ടില്ലേ, ഇവിടെ ബ്ലാസ്റ്റഡ് ബെയർ എന്ന് നിങ്ങൾ കണ്ടു അല്ലെ. റിപ്പീറ്റഡ് ആണ്, റിപ്പീറ്റഡ് ആ ബ്ലാസ്റ്റഡ് ബെയർ. സോ അത് എന്തിന് എക്സാമ്പിൾ ആണ്, അലിട്രേഷന്റെ എക്സാമ്പിൾ ആണ്. ഓക്കെ, എന്നാൽ ഇവിടെ നോക്കുക, റോക്കിംഗ് ഓൺ ദ ക്ലിഫ് വാസ് ലെഫ്റ്റ് എന്നുള്ളതിൽ റോക്കിംഗ് ഓൺ എന്നുള്ളതിലൊക്കെ എന്ത് കാണാം, ഓ സൗണ്ട് ഇവിടെ റിപ്പീറ്റഡ് ആണ് അല്ലെ. അത് എന്തിന് എക്സാമ്പിൾ ആണെടാ, കോൺസണൻസിന്റെ എക്സാമ്പിൾ ആണ് എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, യെസ്, അപ്പൊ ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് മൈൻഡിൽ വെക്കുക. ഇതാണ് ഞാൻ പറഞ്ഞത്, നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. യെസ്, എന്ത് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്, ഇവിടെ പൈൻ മരങ്ങളുണ്ട് അല്ലെ. പൈൻ മരങ്ങളുണ്ട്, എന്താ റെഡ് ആവാത്ത, റെഡ് വരട്ടെ. ഓക്കെ, ഇവിടെ എന്ത് ചെയ്യുക, പനിമരങ്ങളൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പൊ ഈ ക്ലൗഡ് ഇങ്ങനെ മാറിയാൽ ഇത് ഈ ഒരു രീതിയിലായിരിക്കും ഇതിങ്ങനെ വിസിബിൾ ആവുക അല്ലെ. അതിന്റെ ഒരു പിനാക്കിളായിട്ടുള്ള ഷേപ്പും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, സോ പോയിട്ട് എന്തൊക്കെ നോട്ടീസ് ചെയ്തിട്ടുണ്ട്, പൈൻ മരങ്ങൾ അവിടെ നോട്ടീസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ എന്താണ്, അത് എങ്ങനെയാണ് കാണാൻ, എങ്ങനെയുണ്ട്, വളരെ ബെയർ ആയിട്ട്, റൂയിൻഡ് ആയിട്ട് അല്ലെ, ആൻഡ് ബ്രോക്കൺ ഒക്കെ ആയിട്ടാണ് അതിനെ കാണാൻ വേണ്ടി പറ്റുന്നത്, പൈൻ മരങ്ങളെ. ആൻഡ് ക്ലൗഡ്സ് ഫൈനലി എന്ത് ചെയ്തു, ഡിസപ്പിയർഡ് ആകുന്ന സമയത്ത് താഴെയുള്ള ആ ഒരു റിച്ച് ആയിട്ടുള്ള വാല്യൂ കാണാം. യെസ് അല്ലെ, അതൊക്കെ കാണാം, അതൊക്കെ ഭയങ്കര ഗ്ലോ ആയിട്ട് തോന്നുന്നുണ്ട്. കാരണം എന്താ, സൂര്യപ്രകാശം അവിടെയൊക്കെ എത്തുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് റിവർ വാട്ടർ എന്ത് ചെയ്തിട്ടുണ്ട്, ഭയങ്കര ഡാർക്ക് കളറാണ്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഷാഡോസ് ഓഫ് ട്രീസ് കാരണം അല്ലെ. യെസ്, ട്രീസിന്റെ ഷാഡോസ് ഒക്കെ കാരണമാണ്. ആൻഡ് ബട്ട് ഇറ്റ് ഗ്ലിസ്റ്റൻ ഇൻ ദ വൈറ്റ് വാട്ടർഫാൾ എന്ന് പറയുന്നുണ്ട് അല്ലെ. വൈറ്റ് വാട്ടർഫാളിനൊക്കെ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, യെസ്, പോയിന്റ് ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ എന്തും കൂടി പറയുന്നുണ്ട്, ആ ഒരു നോയ്സി ബിറ്റേർനെസ്സിനെ പറ്റിയിട്ട് അത് പോയിന്റിന് സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, കേൾക്കാൻ പറ്റുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ആൻഡ് ആസ് ദ സൺ റോസ് ആൻഡ് മോർണിംഗ് അപ്രോച്ച്ഡ് അറ്റ് ലാസ്റ്റ്, അങ്ങനെ മൊത്തത്തിൽ എന്ത് ചെയ്യുന്നുണ്ട് ശരിക്കും ഇവിടെ, സൺറൈസിന് ശേഷം, അതായത് ആളുകളുടെയും നോയ്സ്, അതായത് ബേർഡ്സിന്റെ മാത്രമല്ല ആൾക്കാരും താഴെ താമസിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അതിൻ്റെയൊക്കെ ആ ഒരു സൗണ്ടും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട് എന്നുള്ള കേട്ടോ. ഹ്യൂമൻസ് ആൻഡ് ദെയർ നോയ്സ്നെസ് മെയ്ഡ് എൻ അപ്പിയറൻസ് ടു എന്നാണ് പറയുന്നത്. ആൻഡ് അടുത്ത സെന്റൻസ് നോക്കുക, അടുത്ത സ്റ്റാൻസ അല്ലെ. അടുത്ത സ്റ്റാൻസയിൽ എവിടെ മുതലാണ് പറയുന്നത്, ഐ ഹാർഡ് ദ ഡിസ്റ്റന്റ് വാട്ടേഴ്സ് ഡാഷ് എന്ന് മുതൽ അല്ലെ. യെസ്, ഇവിടെ ത്രൂ തിക്ക് ലീവ്ഡ് ബ്രാഞ്ചസ് ഫ്രം ദ ഡിങ്കിൾ ബ്രോക്ക് എന്ന് കണ്ടല്ലോ. ഓക്കെ, യെസ്, അപ്പൊ ഇത്രയുള്ള ഈ ഒരു സ്റ്റാൻസിനെ പറ്റിയിട്ടാണ് ഇവിടെ നിങ്ങൾക്ക് ദെൻ ഓവർ ദ വാലി വിത്ത് ജെന്റിൽ സ്വെൽ എന്നൊക്കെ പറഞ്ഞിട്ട് കാണാം അല്ലെ. അതേപോലെ തന്നെ വൈൽഡ് ഹോൺ എന്ന് പറഞ്ഞാൽ എന്താ, വൈൽഡ് ഓൾ എന്നുള്ള കേട്ടോ. ഓക്കെ, ദെൻ ഓവർ ദ വെയിൽ എന്ന് പറഞ്ഞാൽ ഓവർ ദ വാലി ആണ് അവിടെ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, യെസ്, അപ്പം പോയിട്ട് പിന്നീട് ഇങ്ങനെ കേൾക്കുന്ന ഓരോ കാര്യങ്ങൾ, അതായത് വെള്ളം വന്നിട്ട് ഇങ്ങനെ അടിക്കുന്നത് എന്ത് ചെയ്യുന്നുണ്ട്, പോയിട്ടിന് കേൾക്കുന്നുണ്ട് അതിന്റെ സൗണ്ട്. അതേപോലെ അതിങ്ങനെ പോകുമ്പോൾ അതിന്റെ ഒരു കറന്റ്, അതായത് വാട്ടറിന്റെ ഇങ്ങനെ അതിങ്ങനെ കറന്റ് ആയിട്ടുള്ള രീതിയിലൊക്കെ ഉണ്ടാവുമല്ലോ, ഇങ്ങനെ റൗണ്ടിലൊക്കെ, അതിന്റെ ആ ഒരു വേൾ ആൻഡ് ഫ്ലാഷ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കാണാൻ പറ്റുന്നുണ്ട് എന്നുള്ള അല്ലെ. ചുഴി പോലൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുമല്ലോ, അതാണ് പറയുന്നത്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ എന്തും കൂടി പറയുന്നുണ്ട്, ആ വാട്ടർ ഇങ്ങനെ പോകുന്നതിന്റെ രണ്ട് സൈഡും ഭയങ്കര റിച്ച് ആണ്, ഭയങ്കര സിൽവർ കളറാണെന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് മൗണ്ടെയിൻസ് എന്നൊക്കെ അല്ലേ ഇങ്ങനെ വരുന്ന കുറെ പാറകളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട്
അതിങ്ങനെ തമ്മിൽ അടിക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു പൊടികളൊക്കെ ഉണ്ടാവും അല്ലേ, കല്ലിൻ്റെ ഒക്കെ ആ പൊടികളൊക്കെ രണ്ട് സൈഡിലുണ്ട്. അപ്പോൾ അതിനെയാണ്, അതൊരു സിൽവർ കളറിലാണ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ സിൽവർ ബീച്ച് എന്നുള്ള രീതിയിൽ ഇവിടെ പോയിട്ട് പറയാൻ കാരണം കേട്ടോ. ഓക്കെ, അപ്പോൾ അതിൻ്റെ വാലി അല്ലേ, ആ ലേക്കിൻ്റെ വാലി ഒക്കെ ഒരു സിൽവർ ബീച്ച് ആയിട്ടാണ് പോയിട്ട് ഇവിടെ പറയുന്നത്. അതേപോലെ തന്നെ വൂഡ്സ്, മരങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് ബെൻഡായിട്ടാണ് നിൽക്കുന്നത്. ആ പോയിട്ട് മുകളിൽ നിന്ന് നോക്കുമ്പോൾ കാണുകയാണ് ഈ മരങ്ങളൊക്കെ എന്താണ് ഭയങ്കര ബെൻഡായിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ, യെസ്, വെള്ളത്തിലേക്ക് ഇങ്ങനെ ബെൻഡായിട്ട് നിൽക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ദെൻ ഓവർ ദ വാലി വിത്ത് ജെന്റിൽ സ്വെൽ ദ മ്യൂസിക് ഓഫ് വില്ലേജ് ബെൽ. അതിന് ആ താഴ്വാരം മൊത്തം ആ ഒരു വില്ലേജ് ബെല്ലിൻ്റെ ആ ഒരു സോങ് എന്ത് ചെയ്യുന്നുണ്ട്, ഐ മീൻ അതിൻ്റെ ഒരു താളം അല്ലേ, അതിൻ്റെ ആ ഒരു സൗണ്ട്, ആ ഒരു മ്യൂസിക് എന്ത് ചെയ്യുന്നുണ്ട്, പോയിട്ടിന് കേൾക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. കെയിം സ്വീറ്റ്ലി ടു ദ എക്കോയിങ് അല്ലേ, എക്കോ ഗിവിങ് ഹിൽസ്, അഥവാ അതിൻ്റെ ഒരു എക്കോ അടിക്കുന്നുണ്ട് എന്നുള്ള രീതിയിലാണ്. താഴെ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ട് രാവിലെയാണ് വില്ലേജ് ബെല്ലൊക്കെ അടിക്കും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു മ്യൂസിക് അദ്ദേഹത്തിന് കേൾക്കാൻ പറ്റുന്നുണ്ട്, ആ താഴ്വാരം മൊത്തം എക്കോ ചെയ്യുന്നത് പോലെ എന്നുള്ള. ആൻഡ് ദ വൈൽഡ് ഹോൺ ഹുസ് വോയിസ് ദ വുഡ്ലാൻഡ് ഫീൽഡ്സ് വാസ് റിംഗിങ് ടു ദ merry shout that faint and far the glen sent out were answering to the sudden short thin smoke through thick leaved branches from the dingle brook എന്നാ പറഞ്ഞത്. അതായത് ഇവിടെ എന്ത് പറയുന്നുണ്ട്, ഈ വൈൽഡ് ഹോൺ എന്നുള്ളതിനോട് ഉദ്ദേശം എന്താ, വൈൽഡ് ഓൾ അല്ലേ. അപ്പം അതിൻ്റെ ആ ഒരു സൗണ്ടിനൊക്കെ കാണിക്കുന്നുണ്ട്, അത് എന്തിന്, അതായത് അതിനൊക്കെ റിപ്ലൈ പറയും പോലെ എന്നുള്ള കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട് അല്ലേ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാട്ടോ ഇത്. എന്ത് ചെയ്യുന്നുണ്ട്, വെള്ളം ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട്, പക്ഷെ ഇവിടെയൊക്കെ ഡാർക്കായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാം, ട്രീസൊക്കെ ഇങ്ങനെ ബെൻഡായിട്ട് കാണാം. അപ്പം ഇങ്ങനെയുള്ള സീനറീസ് അവിടെ പറയുന്നത് അല്ലേ. ഇവിടെ നോക്കുക, അങ്ങനെ സിൽവർ കളറിലാണ് ഇതിന് രണ്ട് സൈഡിലുള്ളത്. കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ കല്ലുകളൊക്കെ തട്ടി ഇങ്ങനെ വരുന്ന ഒരു പ്രദേശമാണ്. സ്വാഭാവികമായിട്ടും അതിൻ്റെ രണ്ട് സൈഡും എന്ത് ചെയ്യും, രണ്ട് സൈഡിലും ഈ ഒരു സിൽവർ കളറാണ് പറയുന്നത്. ദെൻ അതേപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് എന്ത് കാണാം, വൈറ്റ് ഓൾനെയും നിങ്ങൾക്ക് കാണാം. ഓക്കെ, ഞാൻ അതിനൊക്കെ പിക്ചർ കൊടുത്തെന്താ വെച്ചാൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ കത്താൻ വേണ്ടിയിട്ട്. ഓക്കെ, യെസ്. സോ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എന്താണ്, ഞാൻ ലാസ്റ്റ് സ്റ്റാൻസയിൽ പറഞ്ഞിട്ടുള്ള കാര്യം അല്ലേ, ദ സൗണ്ട് ഓഫ് വൈൽഡ് ഹോൺ ഫിൽഡ് വിത്ത് ദ വുഡ്ലാൻഡ്. ആ ഒരു വൈൽഡ് ഹോണിൻ്റെ സൗണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ മൊത്തം ഇങ്ങനെ ഫിൽ ആകുന്നുണ്ട്. അത് എങ്ങനെയാണ് അതിനെ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, റെസ്പോണ്ടിങ് ടു ദ മെറി ഷൗട്ട് ഓഫ് ദ വില്ലേജ് ബെൽ. ആ വില്ലേജ് ബെല്ലിൻ്റെ അതിൻ്റെ അല്ലേ, അതിന് റെസ്പോണ്ട് ചെയ്യുന്നത് പോലെയാണ് എന്നുള്ളതാണ്. ദാറ്റ് റാൻ ഫാർ ആൻഡ് ഫെയിൻ അക്രോസ് ദ വാലി അല്ലേ. അതായത് ആ വില്ലേജ് ബെല്ലിനോട് ഇങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നത് പോലെയാണ് ഇവിടെ എന്തിനെ കവി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, വൈൽഡ് ഓണിൻ്റെ ആ ഒരു സൗണ്ടിനെ കേട്ടോ. ഓക്കെ, ആൻഡ് ആസ് ഇഫ് ആൻസറിങ് ദി സഡൻ ഷോട്ട് ഓഫ് ദ വൈൽഡ് ഹോൺ. അപ്പോൾ അതിനെ ആൻസർ പറയും പോലെയാണ് എന്ത് കാണുന്നത്, thin smoke emerged from the thick leaved branches in the forest. അഥവാ അദ്ദേഹം ഇങ്ങനെ നോക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഈ കാട്ടിലുള്ള ഇങ്ങനെ മരങ്ങൾക്കിടയിലൂടെ എന്തിങ്ങനെ പൊങ്ങി വരുന്നുണ്ട്, തിന്നായിട്ടുള്ള പുക ഇങ്ങനെ മേലേക്ക് വരുന്നുണ്ട്. കാരണം രാവിലെ ആയല്ലോ, സ്വാഭാവികമായിട്ട് പുക ഇങ്ങനെ മേലേക്ക് വരും. അപ്പം ഇതിന് ആൻസർ പറയും പോലെയാണ് ആ തിൻ സ്മോക്കിന് ഇവിടെ പോയിട്ട് എന്ത് ചെയ്യുന്നത്, എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, യെസ്. സോ ഇനി ലാസ്റ്റത്തെ സ്റ്റാൻസ് നോക്കുക. ഇഫ് ദോ ആർട്ട് ബോൺ ആൻഡ് ഹാർഡ് ബെസറ്റ് എന്ന് മുതൽ അല്ലേ, എന്നിട്ട് ലാസ്റ്റ് ഇവിടെ വരെ പറയുന്ന ഈ ഒരു സ്റ്റാൻസ, ഇവിടെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിക്കാറുണ്ട്. ഗോ ടു ദ വൂഡ്സ് ആൻഡ് ഹിൽസ് നോട്ട് ഹിയേഴ്സ് ഡിൻ ദ സ്വീറ്റ് ലുക്ക് ദാറ്റ് നാച്ചർ വിയേഴ്സ്. അതായത് ഇവിടെ പറഞ്ഞിട്ടുള്ള എന്താ, പോയിറ്റിൻ്റെ അഡ്വൈസാണ്. പോയിറ്റ് നമ്മളോട് പറഞ്ഞെന്താ, കാടും കുന്നും ഒക്കെ കയറിയിട്ട് നിങ്ങളോട് പോകാൻ വേണ്ടി പറയുന്നുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അല്ലേ, നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള എന്തെങ്കിലും മാനസിക സമ്മർദ്ദങ്ങളോ കാര്യങ്ങളോ ടെൻഷനോ സാഡ്നെസ് ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതേപോലെ തന്നെ പ്രകൃതിയിലേക്ക് ഒരു നാച്ചുറൽ വിസിറ്റ് നിങ്ങൾ നടത്തൂ. ബ്യൂട്ടി ഓഫ് നാച്ചുറിന് എന്ത് പവർ ഉണ്ട്, ഹീലിംഗ് പവർ ഉണ്ട് എന്നാണ് പറഞ്ഞത്. നമ്മുടെ വിഷമങ്ങൾ സാഡ്നെസ് ഇല്ലാതാക്കാൻ, നമ്മുടെ അല്ലേ മുറിവുകൾ ഇല്ലാതാക്കാൻ, നമ്മുടെ ടീയേഴ്സ് കണ്ണുനീരിനെ ഇല്ലാതാക്കാനൊക്കെ ഉള്ള പവർ ആർക്കുണ്ട്, ബ്യൂട്ടി ഓഫ് നാച്ചുറിനുണ്ട് എന്നുള്ളതാണ് പോയിറ്റ് ഇവിടെ നമ്മളോട് പറയുന്നത് എന്നുള്ളത് അല്ലേ. ഇഫ് വി ആർ എക്സോസ്റ്റഡ് ആൻഡ് ഗോയിങ് ത്രൂ ഹാർഡ് ടൈംസ്, നിങ്ങൾ ഭയങ്കര ഹാർഡ് ടൈംസിലൂടെയാണോ പോകുന്നത്, നിങ്ങൾ ഭയങ്കര എക്സോസ്റ്റഡ് ആണോ, അങ്ങനെയാണെങ്കിൽ വി ഷുഡ് ഗോ ടു ദ വൂഡ്സ് ആൻഡ് ഹിൽസ്. നിങ്ങൾ എന്ത് ചെയ്യണം, കാടും കുന്നും മലയൊക്കെ കയറിയിട്ട് പോവും എന്നാണ് പറയുന്നത്. ഓക്കെ, യെസ്. അപ്പോൾ ഇഫ് വി വുഡ് ലൈക്ക് ടു റീഡ് എ ലെസൺ ദാറ്റ് വിൽ കീപ് അവർ ഹാർട്ട് ഫ്രം ഫെയിഡിങ് ആൻഡ് അവർ സോൾ ഫ്രം സ്ലീപ്പ്, വി ഷുഡ് വിസിറ്റ് നാച്ചർ. എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യണം, നാച്ചർ നിങ്ങൾ വിസിറ്റ് ചെയ്യണം എന്നുള്ള. നോട്ട് ഹിയേഴ്സ് ഓർ സാഡ്നെസ് ക്യാൻ ഡിം ദ സ്വീറ്റ് ലുക്ക് ദാറ്റ് നാച്ചർ ഹാസ് അല്ലേ. ഒരു കണ്ണീരിനോ അങ്ങനെയുള്ള ഒരു വിഷമത്തിനോ എന്ത് ഇല്ലാതാക്കാൻ വേണ്ടി പറ്റില്ല, പ്രകൃതിയുടെ അല്ലേ ആ ഒരു സ്വീറ്റ് ലുക്ക് ഒന്നും നഷ്ടപ്പെടുത്താനൊന്നും പറ്റില്ല എന്നുള്ള. സോ മക്കളെ, എക്സാമിന്
നിങ്ങൾ ഈ ഒരു ചാപ്റ്റർ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നിർബന്ധമായിട്ട് എന്തറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. യെസ്, ഇതിലെ ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കണം കേട്ടോ. അതിന് ഞാൻ ഓൾറെഡി നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഹെവൻസ് വൈഡ് ആർക്ക് എന്നുള്ളതിലുള്ള ഫിഗർ ഓഫ് സ്പീച്ച് എന്താ, മെറ്റഫർ ആണ്. സോഫ്റ്റ് ഗെയിൽസിൽ എന്താ, ഓക്സിമറോൺ ആണ്. കാരണം എന്താ, രണ്ട് ഓപ്പോസിറ്റുള്ള കാര്യങ്ങൾ ഒരുമിച്ച് വന്നിട്ടുണ്ട് അല്ലേ. ഫേഡിങ് ഗ്ലോറിയിലും എന്താ, ഫേഡിങ് എന്ന് പറഞ്ഞാൽ തന്നെ മങ്ങാണ്, ഗ്ലോറി എന്ന് പറഞ്ഞാൽ ഓക്കെ യെസ്, അപ്പോൾ അത് അതിന്റെ ഓപ്പോസിറ്റ് അല്ലേ. അവിടെയും എന്താണ്, അത് ഓക്സിമറോൺ ആണ്. ദെൻ ലൈക്ക് ഹോസ്റ്റ് ഇൻ ബാറ്റിൽ ഓവർത്രോൺ എന്ന് പറയുന്നുണ്ട്. ഇവിടെ ക്ലൗഡിനെ എന്ത് ചെയ്യുന്നുണ്ട്, കമ്പയർ ചെയ്യുന്നുണ്ട് എന്തായിട്ട്, ഡിഫീറ്റഡ് ആയിട്ടുള്ള സോൾജേഴ്സ് ആയിട്ട്. സോ ഇവിടെ ലൈക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. സോ ഇത് എന്തിന് എക്സാമ്പിൾ ആണ്, സിമിലർ ആണ്. സൺസ് റിട്ടേണിംഗ് മാർച്ച് എന്നുള്ളതിൽ എന്താണ്, പേഴ്സോണിഫിക്കേഷൻ അല്ലേ. സൺറൈസിനെ അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഹ്യൂമൻ ക്വാളിറ്റി ആട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തു. ദെൻ ഇവിടെ നോക്കുക, സോഫ്റ്റ് ഗേൾസ് കിസ് ചെയ്യാൻ വേണ്ടി പോയി എന്ന് പറയുന്നുണ്ട് അല്ലേ. യെസ്, തായ്വാരെ. അപ്പൊ അതും എന്താണ്, പേഴ്സോണിഫിക്കേഷൻ ആണ്. ദെൻ ഐ ഹാർഡ് ദ ഡിസ്റ്റന്റ് വാട്ടേഴ്സ് ഡാഷ്, വാട്ടറിന്റെ സൗണ്ടിനെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. സോ അത് എന്തിന് എക്സാമ്പിൾ ആണ്, ഓണോമറ്റോപ്പിക് എക്സാമ്പിൾ ആണ്. ആൻഡ് ഇവിടെയും നോക്കുക, ഇവിടെയും വേൾ ആൻഡ് ഫ്ലാഷ് എന്നുള്ളതിനോട് ഇവിടെയും ഇത് പറഞ്ഞ് ഈ വാക്കുകൾ ഡിനോട്ട് ചെയ്യുന്നത് അതിന്റെ സൗണ്ടിനെ അല്ലേ. യെസ്, ഇതും എന്താണ്, ഓണോമറ്റോപ്പി ആണ്. അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കുക. ഓക്കെ യെസ്. അപ്പോൾ ഇതിന്റെ തീം എന്തായിരുന്നു എന്നുള്ളതാണ്, ബ്യൂട്ടി ഓഫ് നേച്ചർ ആണ് ഇതിൽ പറയുന്നത്. ആൻഡ് അതേപോലെ തന്നെ പോയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, സൺറൈസ് പോയി കാണുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, മൈൻഡിൽ വെക്കുക. ആൻഡ് ഇതിൽ തീം ഓഫ് ദ പോം എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ, എൻജോയിങ് ദ ബ്യൂട്ടി ഓഫ് നേച്ചർ എന്നുള്ള കാര്യം അല്ലേ. അതേപോലെ തന്നെ നേച്ചറിന് എന്ത് കപ്പാസിറ്റി ഉണ്ട് എന്നുള്ളതാണ്, ഒരു ഹീലിംഗ് പവർ നമ്മുടെ പ്രകൃതിക്ക് ഉണ്ട് എന്നുള്ളത് പറയുന്നുണ്ട്. ഓക്കെ യെസ്. അപ്പോൾ അദ്ദേഹം നമ്മളോട് അഡ്വൈസ് ചെയ്യുന്നത് എന്താണ്, നാച്ചുറൽ വിസിറ്റ് നടത്താൻ വേണ്ടിയിട്ടാണ് അല്ലേ. ബ്യൂട്ടി ഓഫ് നാച്ചർ എക്സ്പീരിയൻസ് ചെയ്യാനാണ് പറഞ്ഞത്. സോ ഈ ഒരു ചാപ്റ്ററിൽ നിർബന്ധമായിട്ട് പോയറ്റിക് ഡിവൈസസ് പഠിച്ചിരിക്കുക, തീം പഠിച്ചിരിക്കണം, സ്റ്റാൻസ ബേസ്ഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ നിങ്ങൾ പഠിച്ചാൽ ഈ ഒരു ചാപ്റ്റർ സെറ്റ്. ഓക്കെ, സോ അടുത്ത ചാപ്റ്ററിലേക്ക് പോവാണ്. ദ ട്രിപ്പ് ഓഫ് ലേ ഹോള എന്ന് പറയുന്നത് അല്ലേ, ഗേഡെ മൗപ്പസന്ത് എഴുതിയിട്ടുള്ള ഒരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. സോ ഈ ഒരു സ്റ്റോറി നിങ്ങൾ എന്തായാലും പഠിക്കുമ്പോൾ നിർബന്ധമായിട്ടും എന്തറിഞ്ഞിരിക്കണം, ഇതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് നിങ്ങൾ പഠിച്ചിരിക്കണം. ആരൊക്കെയായിരുന്നു, നറേറ്റർ ഉണ്ട്, ക്യാപ്റ്റൻ ജോവിസ് ഉണ്ട്, അതേപോലെ തന്നെ ലെഫ്റ്റനന്റ് മാലറ്റ് ഉണ്ട് അല്ലേ. ദെൻ എഡ്രിൻ ബിയർ, അതേപോലെ തന്നെ പോൾ ബെസന്റ് ഉണ്ട്. ആൻഡ് ലാസ്റ്റ് ഇവിടെ ആരെ പറ്റിയിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു, പാട്രിക് ഐറിസിനെ പറ്റി പറഞ്ഞു അല്ലേ. സോ നമ്മുടെ ക്യാപ്റ്റൻ ആരാ, ക്യാപ്റ്റൻ ജോവിസ് ആണ്. അതേപോലെ തന്നെ ലെഫ്റ്റനന്റ് മാലറ്റ് ആണ് ഇത് എന്ത് ചെയ്തിട്ടുള്ളത്, ഗൈഡ് ചെയ്തിട്ടുള്ള എന്നുള്ളത് പറയുന്നുണ്ട് അല്ലേ. എന്തിനെ, യെസ്, ഫ്രം ദ, അതായത് ഈ ഒരു ജേർണി ഫ്രം ദ ഏരിയൽ നെറ്റ് ബിറ്റ്വീൻ ദ ബാസ്ക്കറ്റ് ആൻഡ് ദ ബലൂൺ. ദെൻ അതേപോലെ തന്നെ ഇവർ രണ്ടുപേരും എന്താണ്, ഇതിലെ മറ്റു പാസഞ്ചേഴ്സ് ആണ്. എന്നാൽ പാട്രിക് ഐറിസിന് എന്താ സംഭവിച്ചിട്ടുണ്ടായിരുന്നത്, അദ്ദേഹമാണ് അതിൽ കയറിയിട്ട് വെയിറ്റ് ഓവർലോഡ് ആകുന്ന സമയത്ത് പുറത്തേക്ക് ഇറങ്ങി വന്നിട്ടുള്ള ആളാണ് നമ്മുടെ പാട്രിക് ഐറിസ് അല്ലേ. ഓക്കെ, സോ ക്യാരക്ടേഴ്സിനെ പറ്റി നമ്മൾ എന്ത് ചെയ്തു, പഠിച്ചു കഴിഞ്ഞു. നമുക്ക് ആ കാര്യങ്ങൾ സെറ്റാണ്. സോ ഇനി നമ്മൾ അറിഞ്ഞിരിക്കുന്ന കാര്യം എന്തായിരുന്നു ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് പഠിക്കണ്ടേ. യെസ്, സോ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ ഇതൊരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള ജേർണിയാണ്. എന്തിൽ നടത്തിയിട്ടുള്ള, യെസ്, ഇറ്റ്സ് അബൌട്ട് എ ത്രില്ലിംഗ് ബലൂൺ ജേർണി ഫ്രം പാരീസ് ടു ബെൽജിയം അല്ലെ. പാരീസിൽ നിന്ന് ബെൽജിയത്തിലേക്ക് നടത്തിയിട്ടുള്ള ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ള ബലൂണിൽ, ഒരു ഹോട്ട് എയർ ബലൂൺ ജേർണിയാണ് ഇവിടെ പറയുന്നത് അല്ലേ. യെസ്, സോ അതിൽ എത്ര ആൾക്കാർ ഉണ്ടായിട്ടുണ്ടായിരുന്നു, 5 men. ക്യാപ്റ്റൻ ആരാ, ക്യാപ്റ്റൻ ജോവിസ്. അവരെന്തൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു, ഫുഡ്, ബാരോമീറ്റർ, ബിറ്റ്സ് ഓഫ് പേപ്പർ ആൻഡ് സാൻഡ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ കൊണ്ടുപോയിട്ടുണ്ട്. സാൻഡൊക്കെ എന്തിനാ, ടു ബാലൻസ് വെയിറ്റ് ബാലൻസ് ചെയ്യാനല്ലേ. യെസ്, എന്നിട്ടോ അത് കണ്ടിരിക്കുന്ന ആൾക്കാർ ഭയങ്കര വണ്ടേർഡ് ആയിട്ടുണ്ട്, കാരണം വലിയൊരു സംഭവം ഇങ്ങനെ പൊന്തി പോവാ അല്ലേ. എന്നാൽ താഴെയുള്ള ആനിമൽസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇത് കണ്ടിട്ട് വളരെ നോയ്സ് ഒക്കെ ഉണ്ടാക്കി, ഭയങ്കര സൗണ്ട് ഒക്കെ ഉണ്ടാക്കുകയാണ്, കാരണം വിചിത്രമായിട്ടുള്ള സംഭവം ഇങ്ങനെ ആകാശത്തൂടെ പറന്നു പോവാണ്. ഓക്കെ, സോ ദ എയർ ബലൂൺ വാസ് സം ടൈം റൈസിങ് ആൻഡ് സം ടൈം ഡിസെൻഡിങ്, ചില സമയത്ത് പൊന്തുന്നു, ചില സമയത്ത് താഴ്ന്നുണ്ട് അല്ലേ. എന്നിട്ട് അവരെന്തൊക്കെ കണ്ടു, അതിൽ പോയിട്ട് സൺസെറ്റ് കണ്ടിട്ടുണ്ട്, സൺറൈസ് കണ്ടിട്ടുണ്ട്, അതേപോലെ തന്നെ മൂൺ റൈസ് ഒക്കെ അവർ കണ്ടു. ഓക്കെ, എന്നിട്ട് ബാരോമീറ്റർ എത്ര ഹൈറ്റ് കാണിച്ചിട്ടുണ്ട്, 2350 meters ഹൈറ്റ് അല്ലേ. യെസ്, ദേ എൻജോയ് ദ വ്യൂ ഓഫ് പാരീസ് സിറ്റി. അങ്ങനെ അവരിങ്ങനെ പോയിട്ട് താഴെ ആ പാരീസ് സിറ്റിയുടെ ബ്യൂട്ടി അവരിങ്ങനെ കാണാണ്. alone in the space and the moon എന്നാണ് പറഞ്ഞത് അല്ലേ. സ്പേസ് വിത്ത് മൂൺ, അഥവാ അവർക്ക് എന്ത് ഫീൽ ചെയ്യാണ്, അതിലിങ്ങനെ പോകുന്ന സമയത്തും ആ ഒരു സ്പേസിൽ അവരും ആ ഒരു മൂണ് മാത്രമേ ഉള്ളൂ എന്നുള്ള രീതിയിലാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത് അല്ലേ. യെസ്, ഇറ്റ് വാസ് എ ഫാന്റാസ്റ്റിക് ജേർണി ആൻഡ് പാസഞ്ചേഴ്സ് താങ്ക്ഡ് ക്യാപ്റ്റൻ ജോവിസ് ഫോർ എ വണ്ടർഫുൾ എക്സ്പീരിയൻസ്. സോ അതിലുള്ള യാത്രക്കാർ എന്ത് ചെയ്യാണ്, യെസ്, ക്യാപ്റ്റൻ ജോവിസിനോട് നന്ദി പറയാണ്. സോ ഈ ഒരു സ്റ്റോറി നമ്മളോട് പറയുന്നത് ഗ്രേറ്റ് ആയിട്ടുള്ള അഡ്വഞ്ചറിനെ പറ്റിയിട്ടാണ്. എന്തിലുള്ള, എ ഹോട്ട് എയർ ബലൂണിൽ അവർ നടത്തിയിട്ടുള്ള ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അഡ്വഞ്ചറസ് ജേർണിനെ പറ്റിയിട്ടാണ് ഇവിടെ സംസാരിക്കുന്നത്. ഓക്കെ, ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ. സോ ഈ ഒരു ചാപ്റ്ററിൽ നിർബന്ധമായിട്ട് നിങ്ങൾ എങ്ങനെ ഒരു ട്രാവൽ എസ്സേ എഴുതാം എന്നുള്ളത് പഠിക്കണം, ട്രാവൽ ബ്രോഷർ എങ്ങനെ എഴുതാം എന്നുള്ളതും, അതേപോലെ തന്നെ ട്രാവൽ ഇൻഫോ, ഇൻട്രൊഡക്ടറി സ്പീച്ചും, ഒപ്പം തന്നെ ലൈവ് TV റിപ്പോർട്ടും. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം. ഓക്കെ, എക്സാമിന് പോകുന്നതിന് മുന്നേ. സോ നെക്സ്റ്റ് പറയുന്നത്
നമ്മുടെ തേർഡ് ചാപ്റ്റർ ആണ് ദ സാക്രഡ് ടേർട്ടിൽസ് ഓഫ് കണ്ടാവ് എന്ന് പറയുന്നത് അല്ലേ. അതെന്താണ്? അതൊരു ഫിജിയൻ ലെജൻഡ് ആണ്. ഓക്കെ, അപ്പൊ മറ്റൊരു പ്രദേശത്തെ അവരുടെ ഒരു ബിലീഫ് ഉണ്ട്, അവരുടെ കുറച്ച് കൾച്ചറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിനൊക്കെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത് എന്നുള്ള അല്ലേ. യെസ്, ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ ഇറ്റ്സ് അബൌട്ട് എ സ്ട്രേഞ്ച് റിച്വൽ. അതായത് നമുക്കൊന്നും പരിചയമല്ലാത്ത ഒരു റിച്വലിനെ പറ്റിയിട്ടാണ് ഇവിടെ സംസാരിക്കുന്നത് അല്ലേ. എവിടെയുള്ള ഫിജിയൻ ഐലൻഡിൽ നടത്തി പോരുന്ന അവരുടെ റിച്വലിനെ പറ്റിയിട്ടാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. എന്താണ് ആ റിച്വൽ, അല്ലെങ്കിൽ അതിന് പിന്നിലുള്ള ഒരു കഥയുണ്ട് അല്ലേ. അതെന്താണ് എന്നുള്ള ലോങ് എഗോ എ ബ്യൂട്ടിഫുൾ പ്രിൻസസ് തിനൈക്കോബാഗ ആൻഡ് ഹെർ ഡോട്ടർ റോഡാലിസ് ലിവ്ഡ് ഇൻ എ ലവ്ലി വില്ലേജ് നെമോന. നെമോന എന്ന് പറയുന്ന വില്ലേജിൽ തിനൈക്കോബാഗയും അവരുടെ ഡോട്ടർ ആയിട്ടുള്ള റോഡാലിസും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ജീവിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. യെസ്, സോ വൺ ഡേ ദേ വെന്റ് ഫോർ ഫിഷിംഗ്. അങ്ങനെ ഒരു ദിവസം അവർ ഫിഷിങ്ങിനൊക്കെ വേണ്ടി പോയി. ആ സമയത്ത് എന്ത് ചെയ്തു? നബുക്കുലേവിലെ ഫിഷർമാൻ എന്ത് ചെയ്യാണ്? സീസർ ദ ടു വിമൻ അല്ലെ, അവർ ഉപദ്രവിക്കുന്നുണ്ട്. എന്നിട്ടോ ദ ടു വിമൻ ക്രൈഡ് ഫോർ ഹെൽപ്പ്. അവർ ഹെൽപ്പിന് വേണ്ടിയിട്ട് അവർ ക്രൈ ചെയ്യാ അല്ലേ. സഡൻലി there was a huge storm. അങ്ങനെ എന്ത് സംഭവിച്ചു? അപ്പോൾ അവിടെ പെട്ടെന്ന് തന്നെ ഒരു വലിയൊരു സ്റ്റോം ഉണ്ടായി. കാരണം ഇവർക്ക് രക്ഷപ്പെടണ്ടേ. സോ അതിന് വേണ്ടിയിട്ട് അവിടെ വലിയൊരു ഹ്യൂജ് സ്റ്റോം ഉണ്ടായിട്ടുണ്ട്. എന്നിട്ടോ അതിനുശേഷം എന്താ സംഭവിച്ചു? They saw that those two women were turned into giant turtles. ആ സ്റ്റോം അങ്ങോട്ട് ഉണ്ടായിട്ട് കഴിഞ്ഞതിന് ശേഷം ഇവർ നോക്കുന്ന സമയത്ത് ഈ നബുക്കുലയിലെ ഫിഷർമാൻ നോക്കുമ്പോൾ ഈ രണ്ടാൾക്കാർ എന്ത് ചെയ്തിട്ടുണ്ട്? ടു വിമൻ എന്തായിട്ടുണ്ട്? ജാൻഡ് ആയിട്ടുള്ള ടേർട്ടിൽസ് ആയി മാറി എന്നുള്ള അല്ലേ. The fishermen were afraid. അവരെന്ത് ചെയ്തു? പേടിച്ചു. എന്ത് സംഭവിച്ചത് അവർക്ക് മനസ്സിലാകുന്നില്ല. അവർ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്തു? They threw the turtles into the sea. കടലേക്ക് അതിനെ രണ്ടിനെ എടുത്തിട്ട് എറിഞ്ഞു അല്ലേ. എന്നിട്ട് ran for their lives. അവരുടെ ജീവന് വേണ്ടിയിട്ട് ജീവനം കൊണ്ട് ഓടിയെന്നല്ല, എസ്കേപ്പ് ആവാൻ വേണ്ടിയിട്ട്. അപ്പൊ അതാണ് ഇതിന്റെ ബേസ് അല്ലെ, ഇതിന്റെ ഒരു പിന്നിലുള്ള സ്റ്റോറി എന്ന് പറഞ്ഞാൽ. ഓക്കെ, കഥ, അവരുടെ ഒരു വിശ്വാസം അതാണ്. അപ്പം ഇന്നും എന്ത് ചെയ്യുന്നുണ്ട്? ഈവൻ ടുഡേ the women from Nemona village dressed in mourning sing for their beloved ones. ഇന്നും എന്ത് ചെയ്യുന്നുണ്ട്? നെമോനയിലുള്ള ആ ഒരു വിമന് ആ ഒരു സ്പെഷ്യൽ ചാൻഡിങ് ഒക്കെ നടത്തുന്നുണ്ട് ആ ഒരു കടലിൻ്റെ അടുത്തേക്ക് പോയിട്ട് എന്നുള്ള. കാരണം അവരുടെ ബിലീഫ് എന്താന്ന് വെച്ചാൽ അവര് ആ ഒരു നമ്മുടെ അല്ലെ തിനൈക്കോബാഗയും റോഡാലിസും കടലിൻ്റെ അടിയിലുണ്ട് എന്നുള്ള അവരുടെ ഒരു വിശ്വാസം എന്ന് പറയുന്നത് നെമോനയിലുള്ള. സോ ഇവര് ആ ഒരു സ്പെഷ്യൽ ചാൻഡിങ് നടത്തുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്? യെസ്, the turtles come up the surface. എന്ത് ചെയ്യുന്നുണ്ട്? ടേർട്ടിൽസ് സർഫേസിലേക്ക് വരുന്നുണ്ട്. And when the Nemona village sing the song അല്ലെ, അവര് ആ ഒരു പാട്ട് പാടുന്ന സമയത്ത് സർഫേസിലേക്ക് വരും. പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ട്, ഒരു പ്രശ്നമുണ്ട് അവിടെ അല്ലെ. If any member of the nearby village of Nebuchadnezzar is present, Nebuchadnezzar വില്ലേജിലുള്ള ആരെങ്കിലും ഒരാൾ അവിടെ പ്രസന്റ് ആണ് എന്നുണ്ടെങ്കിൽ then the turtles will not rise to the surface of the bay. അപ്പൊ എന്ത് ചെയ്യൂല? ടേർട്ടിൽസ് പുറത്തേക്ക് വരില്ല, സർഫേസിലേക്ക് വരില്ല എന്നാ പറഞ്ഞല്ലേ. നെബുക്കുലയിലെ ആൾക്കാർ ആരെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ. ആൻഡ് ദ ടേർട്ടിൽ കോളിംഗ് വിൽ ഹാവ് അല്ലെ, അതെന്തെയും വിൽ ഹാവ് ടു ബി സ്റ്റോപ്പഡ്. ടേർട്ടിൽ കോളിംഗ് നിർത്തിവെക്കും എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ എന്താണ് ഇവർ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ സ്ട്രേഞ്ച് ആയിട്ടുള്ള റിച്വലിനെ പറ്റിയിട്ടാണ്. അതിന് പിന്നിലുള്ള അവരുടെ വിശ്വാസം പറഞ്ഞു, എന്തായിരുന്നു കാര്യം അല്ലെ, കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് എന്ത് ചെയ്യുന്നുണ്ട്? ഇന്നും അവർ ആ സ്പെഷ്യൽ ചാനിങ് നടത്തുന്നുണ്ട്, ടേർട്ടിൽസ് കമ്മപ്പ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, സോ ഈ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ടിട്ട് എന്താണ് നിങ്ങൾ എന്ത് പഠിച്ചിരിക്കണം? ഹൗ ടു റൈറ്റ് എ ലൈവ് TV റിപ്പോർട്ട് എന്നുള്ളത് പഠിച്ചിരിക്കണം. എസ്പെഷ്യലി എന്തിനെ പറ്റിയിട്ട്? നെമോനയിലുള്ള ടേർട്ടിൽ കോളിങ്ങിനെ പറ്റിയിട്ട്. ക്ലിയർ? ദെൻ അത് കഴിഞ്ഞിട്ട് നറേഷൻ നിങ്ങൾ പഠിക്കണം. ദെൻ ഡിബേറ്റും സാധ്യതയുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്റർ ബേസ് ചെയ്തിട്ട് നമുക്ക് പഠിക്കാനുള്ള. സോ നമ്മൾ 3 ചാപ്റ്റേഴ്സിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ ഇനി ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോർമാറ്റ്സ്, ക്വസ്റ്റ്യൻസ്, ലൈവ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? കാറ്റലിസ്റ്റിൻ്റെ ഈ ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യുക. അതേപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്പ് ആയിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ താഴെ കോമൻറ്റ് ബോക്സിൽ കോമൻറ്റ് ചെയ്യുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.